ഹായ് മൈ ഡിയേഴ്സ്, നിങ്ങളെല്ലാം ചുമസാണ്. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ് ആണ്. നിങ്ങൾ ചോദിച്ച ക്ലാസ് ആണ്. ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് മിസ്സേ അഞ്ചാമത്തെ ചാപ്റ്റർ ഇറ്റ് ഈസ് വെരി വെരി ടഫ്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചത് മറന്നു പോകുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. അഞ്ചാമത്തെ ചാപ്റ്ററിൽ എന്താണോ പഠിക്കേണ്ടത് എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ ഒറ്റ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒറ്റ വീഡിയോ തീരുമാനിക്കും ഈ ചാപ്റ്റർ ഈസി ആണോ അല്ലയോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് കാണാം. ലേസ് ചാർട്ടിലെ പ്രിൻസിപ്പൽ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ഞാൻ പറഞ്ഞു തരും. ആ പോയിന്റ് മാത്രം മതി എക്സാമിന് ഏത് രീതിയിലും ഏത് എക്സാമിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും, അതും തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമോണിയനെ കുറിച്ചിട്ടാണ്. എമോണിയന്റെ കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യൂസസ് ആണ്, മൂന്നാമത്തത് എക്സ്ട്രാ രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാനുണ്ട് അല്ലേ. ആദ്യം നമുക്ക് പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം. പ്രിപ്പറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആരൊക്കെയാണ്? നമ്മൾ അമോണിയം ക്ലോറൈഡിനെയും കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ അമോണിയന്റെ പ്രിപ്പറേഷനും ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളത് പഠിച്ചിരിക്കണം. ആ രണ്ട് ഇക്വേഷൻ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നോക്കാം, അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത്. കാൽഷ്യം ക്ലോറൈഡ്, വാട്ടർ, എമോണിയ അല്ലെ. നമുക്ക് എന്ത് കിട്ടി? എമോണിയ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ യൂസസിലേക്ക് നോക്കിയൊക്കെ ഒരുപാട് യൂസസ് തന്നിട്ടുണ്ട്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് അല്ല, അഗ്രികൾച്ചറൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, ലെതർ മേക്കിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, റബ്ബർ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്, പെട്രോളിയം ഇൻഡസ്ട്രി മൈനിങ്ങിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ഏതെങ്കിലും 4 യൂസസ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി തിരിച്ച് ഞാൻ പ്രിപ്പറേഷനിലേക്ക് വരികയാണ്. പ്രിപ്പറേഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ചോദ്യങ്ങളുണ്ട്. നമുക്കറിയാം ഓപ്ഷൻസ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക അല്ലേ. അതേപോലെ ചോദിക്കുന്ന ഓപ്ഷൻസ് ആണ് ഈ 2 ചോദ്യങ്ങൾ. എന്താണ്? വൈ അമോണിയ ഗ്യാസ് ഇസ് പാസ് ത്രൂ ക്വിക്ക് ലൈം, CaO കടത്തിവിടാനുള്ള കാരണം എന്താണ്? അമോണിയ വാതകം നീറ്റുകക്കയിലൂടെ കടത്തിവിടുന്നത് എന്തിനാണ്? എന്തിനാണ്? ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ഇതാ ഈ കാണുന്ന ഡ്രൈയിങ് ടവറിന്റെ അകത്താണ് കാൽഷ്യം ഓക്സൈഡ് ഉള്ളത്. ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ അവിടെ കാൽഷ്യം ഓക്സൈഡ് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡ്രൈയിങ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈയിങ് ഏജന്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടു റിമൂവ് അല്ലെ. എന്താണ്? ടു റിമൂവ് മോയ്സ്ചർ അല്ലെങ്കിൽ നമുക്ക് വാട്ടർ എന്ന് പറയാം അല്ലെ. ആ പ്രൊഡക്റ്റിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള മോയ്സ്ചർ ഉണ്ടെങ്കിൽ, വാട്ടർ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാണ് കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. ചോദിക്കുമേ, ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ അടുത്ത ചോദ്യം നോക്കിക്കേ. വാട്ട് മേ ബി ദ റീസൺ ഫോർ കളക്ടിങ് എമോണിയ ഇൻ ഇൻവേർട്ടഡ് ഗ്യാസ് ജാർ. ഈ ഗ്യാസ് ജാർ നോക്കിക്കേ, തല തിരിച്ചിട്ട് വെച്ചിട്ടുണ്ടല്ലേ. അത് എന്തുകൊണ്ടാണ്? യെസ്, ദ അമോണിയ ഗ്യാസ് ഇറ്റ് ഇസ് ലൈറ്റർ ദാൻ എയർ. ഇന്ന് ഒറ്റ പോയിന്റ് എഴുതിയാൽ മതി, 1 മാർക്കാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ എയർ ആണ് റീസൺ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തല തിരിച്ച ഗ്യാസ് ജാറിൽ നമ്മൾ എയർ കളക്ട് ചെയ്യുന്നത്. ലൈറ്റർ ആയതുകൊണ്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. 2 ചോദ്യങ്ങളാണ്. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ലിക്വിഡ് എമോണിയയിലേക്കും ലിക്കർ എമോണിയയിലേക്കുമാണ്. ലിക്വിഡ് എമോണിയ എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് എമോണിയ. ലിക്വിഡ് ആണ് അല്ലെ. ലിക്വിഡ് എമോണിയ, ലിക്വിഫൈഡ് എമോണിയ ആണ്, ദ്രവീകരിച്ച എമോണിയ ആണ്. ലിക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേറ്റഡ് എന്നാണ്. ലിക്കർ അമോണിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈലി കോൺസെൻട്രേറ്റഡ് എക്വ സൊല്യൂഷൻ ഓഫ് എമോണിയ ആണ്. എമോണിയയുടെ ഗാഢ ജലീയ ലായനിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിക്കർ എമോണിയ എന്ന് പറയുന്നത്. ഡെഫിനിഷൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ലിക്വിഡ് എമോണിയം ലിക്കർ അമോണിയം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ചോദിക്കാറുണ്ട്. എമോണിയ കഴിയൂടാ. ഇത്രയും കാര്യം മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ, എമോണിയയിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ്? സൾഫ്യൂരിക് ആസിഡിലേക്കാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ പഠിക്കാനുണ്ട്, പിന്നെ ഏതാണ് യൂസസ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പ്രത്യേകതകൾ. ഓക്കെ, നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ നോക്കിയാലോ. പ്രിപ്പറേഷന്റെ കേസിൽ നമ്മൾ എന്താണ് എടുക്കുന്നത്? ആദ്യം എടുക്കുന്നത് സൾഫർ ആണ് അല്ലേ. സൾഫർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവുന്നു അല്ലേ, SO2ന്റെ കൂടെ. പിന്നെയും ഓക്സിജൻ റിയാക്ട് ചെയ്യുമ്പോൾ ഇൻ ദ പ്രസൻസ് ഓഫ് വെനേഡിയം പെന്റോക്സൈഡ്. നമുക്കറിയാം നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് വെനേഡിയം പെന്റോക്സൈഡ് അല്ലേ. ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, 450 ഡിഗ്രി സെൽഷ്യസിൽ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറുന്നു? സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു. ആദ്യം SO2 ആവുന്നു, അതിനുശേഷം SO3 ആവുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇച്ചിരി കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നു അല്ലേ. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒലിയമാണ് കിട്ടുന്നത്. എന്താണ്?
ഒലിയമാണ് കിട്ടുന്നത്. ഈ ഒലിയത്തിനെ നമ്മൾ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മിസ്സേ അത് എന്തിനാ നമ്മൾ ഒലിയത്തിൻ്റെ അകത്ത് ഒലിയം ഉണ്ടാക്കേണ്ട ആവശ്യം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് SO3 നമുക്ക് വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്തിട്ട് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടായിക്കൂടെ? നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾ ചോദിക്കും. അതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? അതിന്റെ റീസൺ എന്താണ്? ദ ഡിസൊല്യൂഷൻ ഓഫ് സൾഫർ ട്രയോക്സൈഡ് ഇൻ വാട്ടർ ഇസ് ആൻ ഹൈലി എക്സോത്തോമിക് റിയാക്ഷൻ. ഞാൻ സൾഫർ ട്രയോക്സൈഡ് വെള്ളത്തിനകത്ത് കലക്കുന്ന സമയത്ത് ഹൈലി എക്സോത്തോമിക് ആണ്, താപമോചക പ്രവർത്തനമാണ്. ഹീറ്റ് എനർജി ഒരുപാട് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇറ്റ് മേ ടേൺ സൾഫ്യൂരിക് ആസിഡ് ഇനീഷ്യലി ഫോംഡ് ഇൻടു fine fog-like particles which will hinder further dissolution. നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഈ മൂടൽ മഞ്ഞ് പോലെ ഫോഗ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? ഫോഗ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഫെർദർ ഡിസൊല്യൂഷന് തടസ്സമാവുന്നു. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ SO3 ആദ്യം ഇച്ചിരി സൾഫ്യൂരിക് ആസിഡിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ഒലിയം ഉണ്ടാക്കുന്നു. ഒലിയത്തിന്റെ ഫോർമുല പഠിക്കണേ, H2S2O7 ആണ്. അതിനെ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡ് കിട്ടി. പ്രിപ്പറേഷൻ സെറ്റ് ആണേ. അതേപോലെ തന്നെ യൂസസ് ഏതെങ്കിലും 4 എണ്ണം പഠിച്ചു വെക്കാം. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, യെസ് നമ്മുടെ കെമിക്കൽസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാറുണ്ട്, എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, ഫൈബർ, പെയിന്റ്, പെട്രോളിയം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരെ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. ഇതിൽ 4 എക്സാമ്പിൾസ് പഠിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? യെസ് സൾഫ്യൂരിക് ആസിഡിന്റെ റിയാക്ഷൻസിലേക്കാണ്. എന്തുകൊണ്ട് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ കാണിക്കുന്നു, അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറിന്റെ ഒരു എക്സാമ്പിൾ തരും, ഒരു ഇക്വേഷൻ തരും. നമ്മുടെ എന്താ പറയുക, ഷുഗറിൻ്റെ അകത്തേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാണ്, അല്ലെങ്കിൽ കോട്ടൻ്റെ അകത്തേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് കറുത്ത സബ്സ്റ്റൻസ് ഉണ്ടാവുന്നു, കാർബൺ ഫോം ചെയ്യുന്നു. എന്തുകൊണ്ട്? അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലിനകത്തേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നീല നിറം ഇല്ലാതെയാവുന്നു. എന്തുകൊണ്ടെന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? യെസ് ഡീഹൈഡ്രേറ്റിംഗ് നേച്ചറാണ് അവിടെ കാണിക്കുന്നത്, നിർജലീകരണമാണ്, ആ ഒരു ഗുണമാണ് അവിടെ കാണിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ടല്ലേ. പഞ്ചസാര C12H22O11 നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നു? അതിൻ്റെ അകത്തുള്ള H2O കമ്പോസിഷൻ അല്ലെ, നമ്മുടെ തന്നിരിക്കുന്ന ഷുഗറിൻ്റെ അകത്ത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് എന്താണ് വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യുന്നു അല്ലെ, വാട്ടർ ആയിട്ട് മാറുന്നു. അതിന്റെ കൂടെ കിട്ടുന്ന ആളാരാണ്? കാർബൺ ആണ്. ഈ കാർബൺ എന്ന് പറയുന്നത് കരിയാണ് അല്ലെ, കറുപ്പ് കളർ സബ്സ്റ്റൻസ് ആണ് കേട്ടോ. ചോദിക്കാറുണ്ട് ഈ കറുപ്പ് കളർ സബ്സ്റ്റൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് കാർബൺ ഇറ്റ്സെൽഫ്. അതേപോലെ ഡ്രൈയിങ് ഏജന്റ്, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ കെമിക്കലി കമ്പൈൻഡ് ആയിട്ടുള്ള നമ്മുടെ ഏതൊരു എക്സാമ്പിൾ, ഇപ്പോൾ കോട്ടൺ ആവട്ടെ ഷുഗർ ആവട്ടെ, അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? H2O എന്നുള്ള കമ്പോസിഷനിൽ നമ്മൾ വാട്ടർ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് പ്രത്യേകത എന്താണ്? ശോഷകാര ഗുണം എന്ന് പറയുന്നത് എന്താണ്? യെസ് നമ്മൾ ഈ കാണുന്ന ക്ലോറിൻ ആവട്ടെ, SO2 ആവട്ടെ, HCl ആവട്ടെ, ഇതിന്റെ നിർമ്മാണ സമയങ്ങളിൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുന്ന മോയ്സ്ചറിനെ എബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ചുറ്റും മോയ്സ്ചർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ മോയ്സ്ചറിനെ എബ്സോർബ് ചെയ്യാൻ വേണ്ടി എനിക്ക് ആരുപയോഗിക്കാം? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാം അല്ലെ. സൾഫ്യൂരിക് ആസിഡ് ഇറ്റ് ഇസ് എ ഡ്രൈയിങ് ഏജന്റ്. ഡ്രൈയിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ പാർട്ടിക്കിൾസിനെ എബ്സോർബ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. 2 പ്രോപ്പർട്ടീസ് കണ്ടേ. അതേപോലെ നിങ്ങൾ നോക്കിക്കേ, റിയാക്ഷൻ വിത്ത് സോൾട്ട്. ഏത് സോൾട്ട് ആണ്? ലവണങ്ങളുമായിട്ടുള്ള പ്രവർത്തനം. നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ക്ലോറൈഡ് സോൾട്ടുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NaCl, സോഡിയം ക്ലോറൈഡ്, ക്ലോറൈഡ് സോൾട്ട് ആണ്. സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ലഭിക്കുന്നു. അതേപോലെ നിങ്ങൾ നോക്കിക്കേ, നൈട്രേറ്റ് സോൾട്ട് അല്ലെ, പൊട്ടാസ്യം നൈട്രേറ്റ്, നൈട്രേറ്റ് സോൾട്ടുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നൈട്രിക് ആസിഡ് ആണ് കിട്ടുന്നത്. ദ നെക്സ്റ്റ് വൺ ഓക്സിഡൈസിങ് നേച്ചർ അഥവാ ഓക്സീകരണ ഗുണം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിഡേഷന് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം ഓക്സിഡൈസിങ് ഏജന്റ് എന്താണെന്നും അതുപോലെ തന്നെ ഓക്സിഡൈസിങ് നേച്ചർ എന്താണെന്നും ഒക്കെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ പ്രീവിയസ് ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓക്സിഡൈസിങ് നേച്ചറും ആര് കാണിക്കുന്നുണ്ട്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫേറ്റ് സോൾട്ട്. എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു സോൾട്ട് സൾഫേറ്റ് സോൾട്ട് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്? എന്താണ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന സോൾട്ടിന്റെ അകത്തേക്ക് ബേരിയം ക്ലോറൈഡ് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലേ. ഇവിടെ തന്നിരിക്കുന്നത് സോഡിയം സൾഫേറ്റ് ആണ്, സൾഫേറ്റ് സോൾട്ട് ആണ്. നമ്മൾ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കിട്ടുന്നു? ബേരിയം സൾഫേറ്റും കിട്ടുന്നു, സോഡിയം ക്ലോറൈഡും കിട്ടുന്നു. ഇതിനകത്ത് ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസോളിബിൾ പ്രസിപ്പിറ്റേറ്റ് ആണ്. എന്താണ്? ഇൻസോളിബിൾ പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആ ഇൻസോളിബിൾ പ്രസിപ്പിറ്റേറ്റ് അവിടെ ഉണ്ടായാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സൾഫേറ്റ്
സോൾട്ട് എന്ന് പറയാം. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. സോ നമ്മൾ എന്ത് കണ്ടു? അമോണിയ കംപ്ലീറ്റ് കണ്ടു, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് കംപ്ലീറ്റ് കണ്ടു. ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് ലേ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ ആണ്. ലേ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ എവിടെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? റിവേഴ്സിബിൾ റിയാക്ഷൻസിലാണ് അല്ലെ. റിയാക്ടൻസ് പ്രൊഡക്ട്സുമായി മാറുന്നു, പ്രൊഡക്റ്റുകൾ തിരിച്ച് റിയാക്ടൻസുമായിട്ട് മാറുന്നു. അതിൽ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് എന്താണ് ലേ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ എന്ന് അറിയണം അല്ലെ. ലേ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? when the concentration, pressure or temperature of a system at equilibrium is changed, the system will readjust itself as to nullify the effect that change and attain a new state of equilibrium. വേറെ ഒന്നുമല്ല, ഇക്വിലിബ്രിയത്തിൽ ഉള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഉള്ള ഒരു സിസ്റ്റം, ശ്രദ്ധിക്കണേ, ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തെ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ചേഞ്ച് വരുത്താണ്, കോൺസെൻട്രേഷൻ ആയിട്ടോ ടെമ്പറേച്ചർ ആയിട്ടോ പ്രഷർ ആയിട്ടോ ചേഞ്ച് വരുത്തുമ്പോൾ ആ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? എന്തൊക്കെയോ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ട് തിരിച്ച് ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് അറ്റൈൻ ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേ-ഷാർട്ട്ലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഇഫക്ട് ചെയ്യുന്നത് നോക്കാം അല്ലെ. ഇവിടെ നോക്കിക്കേ, നമുക്ക് റിയാക്ടൻസ് എന്ന് പറയുന്നത് നൈട്രജനും തന്നിട്ടുണ്ട്, ഹൈഡ്രജനും തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റിൽ ആരാണുള്ളത്? എമോണിയ ആണുള്ളത് അല്ലെ. ഇവിടെ ഞാൻ റിയാക്ടൻസിനെ കൂട്ടിക്കഴിഞ്ഞാൽ, ഞാൻ റിയാക്ടൻസ് കൂട്ടുകയാണെ എന്ത് റിയാക്ഷനെ നടക്കുള്ളൂ? ഫോർവേഡ് റിയാക്ഷനെ നടക്കുള്ളൂ, ഉറപ്പിച്ചോളൂ. അത് ഏത് എക്സാമ്പിൾ തന്നാലും കേട്ടോ. ഇനി ഞാൻ പ്രൊഡക്റ്റ് ആണ് കൂട്ടുന്നതെങ്കിൽ, പ്രൊഡക്റ്റുകൾ കൂട്ടുമ്പോൾ ഏത് റിയാക്ഷൻ ആണ് നടക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കണേ, റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നതിനെ ഫോർവേഡ് റിയാക്ഷൻ എന്നും പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്ടന്റ് ആയിട്ട് മാറുന്നതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നുമാണ് പറയുന്നത്. അത് ഏത് റിവേഴ്സിബിൾ റിയാക്ഷൻ തന്നാലും അങ്ങനെയാണ്. റിയാക്ടന്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ്, ഇനി നമ്മുടെ പ്രൊഡക്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഫേവർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ കോൺസെൻട്രേഷൻ കണ്ടേ, ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതിയടാ. ഇനി പ്രഷർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നോക്കാം അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, റിയാക്ടന്റ് സൈഡിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഒരു നൈട്രജൻ മോളിക്യൂളും 3 ഹൈഡ്രജൻ മോളിക്യൂളും, മൊത്തം 4 മോളിക്യൂൾസ് ആണ് അല്ലെ. പ്രൊഡക്റ്റ് സൈഡിൽ എത്രയേ ഉള്ളൂ? 2 NH3, 2 മോളിക്യൂൾ ഉള്ളൂ. പ്രഷർ നമ്മൾ കൂട്ടുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ ദ ഡയറക്ഷൻ വിച്ച് ദ നമ്പർ ഓഫ് മോളിക്യൂൾ ഇസ് ലെസ്. പ്രഷർ കൂട്ടുന്ന സമയത്ത് ഏത് സൈഡിലാണോ മോളിക്യൂൾസിന്റെ എണ്ണം കുറവുള്ളത് ആ സൈഡിലേക്ക് റിയാക്ഷൻ നടക്കുന്നു. ഓരോരോ ഇക്വേഷനും ഓരോരോ മാതിരി ആയിരിക്കും അല്ലെ. ഇവിടെ നോക്കിക്കേ, തന്മാത്രയുടെ എണ്ണം കുറയുന്ന ദിശയിലേക്കാണ് രാസപ്രവർത്തനം സംഭവിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 4 അല്ലെ, ഈ ഭാഗത്ത് നമുക്ക് 4, ഈ ഭാഗത്ത് നമുക്ക് എത്രയാണ് കിട്ടിയത്? 2 കിട്ടിയത്. വോളിയം കുറഞ്ഞ ഭാഗം ഏതാണ്? പ്രൊഡക്റ്റ് സൈഡ് ആണ് അല്ലെ. പ്രഷർ കൂട്ടുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫോർവേഡ് റിയാക്ഷൻ, റിയാക്ടന്റ് പ്രൊട്ടക്റ്റ് ആയിട്ട് മാറുന്നു. ഫോർവേഡ് റിയാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഈ ഒറ്റ പോയിന്റ് ഓർത്ത് വെച്ചാൽ മതിയടാ, വോളിയം കുറഞ്ഞ ഭാഗത്തേക്കാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. ഇനി ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കിക്കേ, യെസ്, ഈ ഇക്വേഷനിൽ H2 + I2 gives 2H ആയി തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? നോക്കാം. H2 + I2 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇവിടെ നമുക്ക് 2 മോളിക്യൂൾസ്, 2 മോൾസ് ആണുള്ളത് അല്ലെ. ഇവിടെ നോക്കിക്കേ, പ്രൊഡക്റ്റ് സൈഡിലും 2 ആണ്. അവിടെ എന്തില്ല? ഒരു തരത്തിലും വ്യത്യാസമില്ല. റിയാക്ടൻസിൽ എത്രയുണ്ടോ അത്ര തന്നെയാണ് പ്രൊഡക്റ്റിലുള്ളത്. ഇവിടെ പ്രഷർ വേരി ചെയ്യോ? ഇല്ല, പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? പ്രഷർ കൂട്ടുന്ന സമയത്ത് വോളിയം കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കണം റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ടെമ്പറേച്ചർ ആൻഡ് ഇക്വിലിബ്രിയം. ഓക്കെ, ടെമ്പറേച്ചർ എങ്ങനെയാണ് ഫേവർ ചെയ്യുന്നത്? ഈ ഒരു ഇക്വേഷനിൽ ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ എക്സോതെർമിക് ആയിട്ട് വരുന്നത്? ഈ കാണുന്നത് ഫോർവേഡ് റിയാക്ഷൻ ആണ് അല്ലെ. റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. അതായത് ഇവിടെ തന്നതിൽ ഫോർവേഡ് റിയാക്ഷൻ എന്താണ്? എക്സോതെർമിക് ആണ്. ഞാൻ ഇവിടെ എഴുതാണേ, ഫോർവേഡ് റിയാക്ഷൻ എന്താണ് സംഭവിക്കുന്നത്? റിയാക്ഷൻ എന്താണ് ഇവിടെ തന്നിരിക്കുന്നതിൽ? എക്സോതെർമിക് ആണ്. അങ്ങനെയാണെങ്കിൽ എൻഡോതെർമിക്, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? യെസ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് ഞാൻ ആദ്യം എഴുതുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻഡോതെർമിക് അല്ലേടാ. ഒന്ന് നോക്കിക്കേ, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ റിയാക്ടൻസ് നടക്കുന്നു, പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിന് കൂടെ ഹീറ്റ് എനർജി ഉണ്ടാവുന്നു. ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ഇനി നമ്മുടെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഇത് തിരിച്ചിങ്ങോട്ടേക്ക് പോവാണല്ലേ. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്? എൻഡോതെർമിക് ആണെന്ന് പറയാം. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എൻഡോതെർമിക് റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ശ്രദ്ധിക്കണേ, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ടെമ്പറേച്ചർ കൂട്ടുകയാണ്. ഏത് റിയാക്ഷൻ നടക്കുക? ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ഇവിടെ നമ്മൾ പറഞ്ഞിടാ, ഈ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഫേവർ ചെയ്യുന്നത് ഏതാണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ഓരോരോ ഇക്വേഷനിലും മാറും കേട്ടോ. നമുക്ക് തരുന്ന ഇക്വേഷനിൽ നിങ്ങൾ നോക്കുക, പ്രൊഡക്റ്റ് സൈഡിലാണ് ഹീറ്റ് എങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക്.
ഫോർവേഡ് റിയാക്ഷൻ, ഇറ്റ് ഇസ് ആൻ എക്സോതോമിക് റിയാക്ഷൻ. നേരെ മറിച്ച് ഇവിടെയാണ് ഹീറ്റ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് ആൻ എൻഡോതോമിക് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആദ്യം തന്ന ഇക്വേഷനിൽ ഫോർവേഡ് റിയാക്ഷൻ N2 ആണോ X2 ആണോ എന്ന് കണ്ടെത്തുന്നു. അത് വെച്ചിട്ട് ബാക്ക്വേർഡ് റിയാക്ഷൻ എഴുതുന്നു. ഈ ഒറ്റ പോയിന്റ് മതി. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എൻഡോതോമിക് റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത്. അത് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്ന് കണ്ടെത്തുക. നമ്മുടെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലേ? ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ മാറ്റുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ പോയിന്റുകൾ മാത്രം മനസ്സിൽ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാം ഹാളിലേക്ക് പോവാ കേട്ടോ. ഇനി കാറ്റലിസ്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുന്നത് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? ചിലപ്പോൾ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂട്ടാൻ വേണ്ടി കാറ്റലിസ്റ്റ് സഹായിക്കാറുണ്ട്. അവരെയാണ് നമ്മൾ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തു പറയുന്നത്? നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് കാറ്റലിസ്റ്റ് എന്താണെന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നില്ല? അവർ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല അല്ലേ? അവർ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ നമ്മൾ ചാപ്റ്ററിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ചാപ്റ്റർ ഈസി ആയോ, കോണ്ടന്റ് മനസ്സിലായോ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. കാരണം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ താഴെ കമന്റിന്റെ അകത്ത് നിങ്ങളുടെ കമന്റ്സ് കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എത്ര മക്കൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത്. സോ നന്നായിട്ട് എക്സാം എഴുതുക. ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ചോദിച്ചിരിക്കും. സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ചാപ്റ്റർ ആണ്, അത്രയും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. സോ നമുക്ക് ഇനി ലൈവ് ക്ലാസ്സുകളിൽ കാണാം. അൺടിൽ ദെൻ ബൈ.